ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്താ പഠിച്ചേ? ഏത് ഫോമാ പഠിച്ചേ? ജനറൽ ഇക്വേഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഏത് ഫോം ആയിരുന്നു? വേരിയബിൾ സെപ്പറബിൾ ഫോമില് എന്താ പഠിച്ചത്? ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് പഠിച്ചത് അല്ലേ? അതിന്റെ വേർഡ് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ദ ക്വസ്റ്റ്യൻ. Find the equation of a curve. Find the equation of a curve passing through the point 0, 0, 0, 0 and whose differential equation is y dash is equal to e raised to x sin x. Y dash is equal to e raised to x sin x. So this is a question. We have to find the equation of a curve passing through the point 0, 0 and whose differential equation is y dash is equal to e raised to x sin x. എന്ത് ചെയ്താൽ മതി? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മള് y dash എന്ന് പറഞ്ഞാൽ ആരാ? dy by dx equal e raised to x sin x. ഇനി എന്താ അടുത്ത് ചെയ്യണ്ടേ? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലെ? സോ dy equal e raised to x sin x dx. ഇനി എന്താ ചെയ്യണ്ടേ? Integrate on both sides. So integral dy is equal to integral e raised to x sin x dx. ഇനി let I is equal to integral e raised to x sin x dx. ഇതൊന്ന് സോൾവ് ചെയ്തേ, ഇന്റഗ്രേറ്റ് ചെയ്തേ. എങ്ങനെയാണ് ഇന്റഗ്രൽ? പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ്. പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി അതിന് മുന്നേ ഇതിൽ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ, ഏതാണ് സെക്കൻഡ് ഫംഗ്ഷൻ? ഐലേറ്റ് യൂസ് ചെയ്യുക അല്ലെ? സോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ആണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ആദ്യം ഏതാ വരാ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് വരാ. സോ I is equal to integral sin x e raised to x dx അല്ലെ? which is equal to first function into integral of second function minus integral of d by dx of first function into integral of second function, which is equal to sin x. What is integral of e raised to x? E raised to x itself minus integral of d by dx of sin x. What is d by dx of sin x? Cos x. Cos x ആണോ? d by dx of sin x cos x into integral of e raised to x അല്ലേ? dx. ഇനി ഇത് ചെയ്യൂ. എന്തോട്ടി? നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ? ചെയ്തു. സംശയം ഉണ്ടാ? ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. sin x e raised to x minus integral cos x e raised to x dx. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? cos x e raised to x. Okay, first function into integral of second function minus integral of d by dx of first function into integral of second function.
ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് വാട്ട് ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലേ. സോ സൈൻ ഇവിടെ മാറും. സൈൻ എക്സ് ഇൻറ്റു ഇത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെ ഡി എക്സ് ഇങ്ങനെ കിട്ടി. അപ്പൊ നോക്കി ഇവിടെ വീണ്ടും ഒരു ഇന്റഗ്രൽ വന്നു. ഇന്റഗ്രൽ സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. എന്താണ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്? ഐ. അപ്പൊ നമ്മൾ ഐ ഇസ് ഈക്വൽ ടു ആണ് ഇതെല്ലാം അല്ലെ. സോ ഐ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ അല്ലെ. ഇനി ഈ ഐ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് ഐ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവും. അപ്പൊ ഈ ഐ ഇങ്ങോട്ട് വരുമ്പോൾ 2i ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇ റൈസ് ടു എക്സ് എന്നാവും. ഇനി ഐ കണ്ടുപിടിച്ചോ. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ചെയ്തു കഴിഞ്ഞു. എന്താ കിട്ടായി? പറഞ്ഞ ഐ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 അല്ലെ. ഇനി ഇ റൈസ് ടു എക്സ് കോമൺ എടുക്കുക. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. സോൾവിങ് 1 എന്താ കിട്ടുക? വാട്ട് ഇസ് ഇന്റഗ്രൽ ഡി വൈ? ഇന്റഗ്രൽ ഡി വൈ ഇതല്ലേ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. y is equal to ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഐ എന്നല്ലേ നമ്മൾ വിളിച്ചേ അല്ലെ. ഐ എന്താണ്? ഐ സൈൻ എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ബൈ 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇത്ര എഴുതിക്കേ. ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ച? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കർവിലെ പോയിന്റ്സ് വന്നിട്ടുണ്ട് ഇല്ലേ. ഏതാ? കർവ് പാസസ് ത്രൂ ദ പോയിന്റ് 0 0. കർവ് 0 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ 0 0 എന്ന് പറയുന്നത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ ആണ് അല്ലെ. സോ എക്സിനും വൈക്കും 0 0 വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ യു വിൽ ഗെറ്റ് ദ വാല്യൂസ് ഫോർ സി. A raised to 1. സിയുടെ വാല്യൂ എത്ര കിട്ടിയ? 1/2. സി ഇസ് ഈക്വൽ ടു 1/2. ഇനി എന്ത് ചെയ്യാ? നമ്മുടെ ആൻസറിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. Therefore y is equal to e raised to x by 2 sin x minus cos x plus 1/2. That is 2y equal e raised to x sin x minus cos x plus 1. This is the answer. ഐശ്വര്യ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണോട്ടെ. ചിലപ്പോ ഞാൻ മെസ്സേജ് കാണില്ലേ. കാണാമോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ?
കഴിഞ്ഞോ? കഴിഞ്ഞോ എല്ലാരും? ജ്യോതിസ് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the equation of a curve. Find the equation of a curve passing through the point 0 minus 2 given that at any point xy ordered pair xy ആണ് ട്ടോ, at any point ordered pair x comma y on the curve comma the product of the slope of its tangent and y coordinate of the point is equal to the x coordinate of the point. എന്താണ് question? Find the equation of a curve passing through the point 0 minus 2. Curve pass ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ്? പറയ്. 0 minus 2. Curve pass ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 0 minus 2 given that at any point xy on the curve the product of the slope of its tangents and y coordinate of a point is equal to the x coordinate of the point. So ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Product of the slope of its tangent. Slope of the tangent എന്താ? പറ. Slope of tangent എന്ന് പറയുന്നത് it is dy by dx ആണ് അല്ലേ? dy by dx ആണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് ആൻഡ് y കോർഡിനേറ്റ്. സ്ലോപ്പിന്റെ പ്രൊഡക്റ്റും സ്ലോപ്പിന്റെയും y കോർഡിനേറ്റിന്റെയും പ്രൊഡക്റ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സ് കോർഡിനേറ്റിനോട് ഈക്വൽ ആയിരിക്കും. അതായത് y ഇൻറ്റു dy by dx എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇതല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. പിന്നെ കർവ് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടെ തന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇക്വേഷൻ കിട്ടി, എന്ത് ചെയ്യുക? വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? y dy ഈക്വൽ എക്സ് ഡി എക്സ്. ഇനി എന്താ ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ചെയ്തോളൂ. ഇന്റഗ്രൽ y dy is equal to ഇന്റഗ്രൽ എക്സ് ഡി എക്സ്.
എന്താണ് ഇന്റഗ്രൽ y dy? y സ്ക്വയർ ബൈ 2 ഈക്വൽ ഇന്റഗ്രൽ x dx എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി അല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? കർവ് പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 0 -2 അല്ലേ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x is equal to 0 and y is equal to -2 അല്ലേ? That is c is equal to 2 അല്ലേ? c യുടെ വാല്യൂ എത്ര കിട്ടിയേ? 2 അല്ലേ കിട്ടിയേ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് c is equal to 2 on equation number 1. This is the answer. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The volume of a spherical balloon being inflated changes at a constant rate full stop if initially its radius is 3 units and after 3 seconds it is 6 units. Full stop. Find the radius of the balloon after t seconds. Find the radius of the balloon after t seconds. T. So എന്താണ് question? പറ. The volume of a spherical balloon being inflated changes at a constant rate. Volume change ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? So initially radius 3 unit ആകുമ്പോൾ radius is 3 units after 3 seconds. 3 seconds കഴിയുമ്പോൾ radius 3 units ആകും. ഇനിഷ്യലി ആദ്യമേ റേഡിയസ് എത്രയായിരുന്നു? 3 units ആയിരുന്നു. 3 seconds കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? റേഡിയസ് 6 units ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ we have to find the radius of the balloon after t seconds. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എന്താ ചേഞ്ച് ചെയ്തോണ്ടിരിക്കണേ? വോളിയം ആണ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ എഴുതിക്കോ, let the rate of change of volume of the balloon be k, small letter k, where k is a constant. So അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഞാൻ dy by dt, y ആണ് കേട്ടോ നമ്മുടെ വോളിയം, is equal to k എന്ന് എഴുതാം. let dy by dt equal to k അല്ലേ? ഇനി y എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ബലൂൺ ആണ്. എന്ത് ഷേപ്പാ ബലൂണിന്റെ? spherical shape. What is the formula for finding the volume of a sphere? 4/3 pi r cube. അപ്പോൾ d by dt of 4/3 pi r cube
ഈക്വൽ കെ അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ കോൺസ്റ്റന്റ് ആണ്. 3r² dr ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്, കെ കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഈക്വൽ ടു കെ ഇല്ല കെ ഇവിടെ മാത്രമല്ല ഡി ബൈ ഡി ടി ഓഫ് വൈ ആണല്ലോ കെ. ഇനി എന്ത് ചെയ്യാം, ആറിന്റെ ടേംസ് ഈ സൈഡിൽ കീപ്പ് ചെയ്യാം, ടി ഇങ്ങോട്ടേക്ക് മാറ്റാം. അപ്പൊ 4/3 പൈ 3 ക്യാൻസൽ ആകും. 4πr² dr ഈക്വൽ കെ ഡി ടി. ഇനി എന്താ ചെയ്യാ, ഇന്റഗ്രേറ്റ് ചെയ്യാ, ചെയ്തോ. കഴിഞ്ഞോ, എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ കിട്ടണേ, ഇന്റഗ്രൽ 4πr² dr ഈക്വൽ ഇന്റഗ്രൽ കെ ഡി ടി അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 4π കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഇന്റഗ്രൽ r² dr എന്ന് പറയുന്നത് എന്താ, r³ 3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കെ ടി പ്ലസ് സി അല്ലെ. ഇങ്ങനെയാണോ കിട്ടിയ 4πr³ ഈക്വൽ കെ ടി പ്ലസ് സി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ഇനിഷ്യലി ഇറ്റ്സ് റേഡിയസ് ഇസ് 3 യൂണിറ്റ്സ്, ആദ്യമേ തന്നെ അതിന് റേഡിയസ് എത്രയാണ് 3 യൂണിറ്റ്സ് ഇനിഷ്യലി. അപ്പൊ ടൈം എത്രയാ, ഇനിഷ്യൽ ടൈം 0 അല്ലെ. സോ വെൻ ടി ഈസ് ഈക്വൽ ടു 0 r is equal to 3 യൂണിറ്റ്സ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, t0 that is 4π into 3³ എത്രയാ, 3³/3 ഈക്വൽ 0 plus c. 36π ഈക്വൽ ടു c എന്ന് കിട്ടിയോ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. Also we have to find the value of k അല്ലേ, k യുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. So now we got c is equal to 36π അല്ലേ. ഇനി ഇവിടെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ, put this as equation number 1. c യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ we will get the value for k. Okay. When t is equal to 3, r is equal to 6 യൂണിറ്റ്സ് അല്ലേ. അപ്പൊ എന്താകും, 4π into 6³/3 ഈക്വൽ k into 3 plus 36π. ചെയ്യൂ, സോൾവ് ചെയ്ത് k യുടെ വാല്യൂ കണ്ടുപിടിക്കൂ.
കെയുടെ വാല്യൂ എത്ര കിട്ടിയ? കെയുടെ വാല്യൂ എത്ര കിട്ടിയ? 84 പൈ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ബലൂൺ ആഫ്റ്റർ t സെക്കൻഡ്സ്. വി ഹാവ് ടു ഫൈൻഡ് ദ റേഡിയസ് അല്ലെ? അപ്പൊ ഈ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സിയുടെയും കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substitute the values of K and C in equation number 1. എങ്ങനെയാണോ കിട്ടിയ? R എന്താ? R is equal to cubic root of 36 pi into 7t plus 3. This is the answer. ഒരു സെക്കൻഡ്, ഒരു 4 പൈ കൂടെ ഡിവൈഡ് ചെയ്യണം കേട്ടോ, മറന്നു. ഇവിടെ ഒരു 4 പൈ ഇല്ലേ? സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് വിത്ത് 4 പൈ. പൈ ക്യാൻസൽ, 36 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 9 കിട്ടില്ലേ? സോ R ഈക്വൽ ക്യൂബിക് റൂട്ട് ഓഫ്, ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 7s are 63 അല്ലേ? 63t plus 27. This is the answer. കഴിഞ്ഞോ? നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ ആൻഡ് വിവേക് കംപ്ലീറ്റ് ചെയ്തോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയട്ടോ. ഐശ്വര്യ കഴിഞ്ഞോ?
ഐശ്വര്യ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയണം കേട്ടോ. കഴിഞ്ഞില്ലേ? ആ ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സാറാ homogeneous differential equation. എഴുതിയോ? Consider the following functions. ഞാൻ കുറച്ച് functions എഴുതാം. in x and y. f1 of xy equal y square plus 2xy. f2 of xy equal 2x minus 3y. f3 of xy equal cos y by x. And f4 of xy equal sin x plus cos y. So here we have four functions in x and y. x and y ല് 4 functions ഉണ്ട് ഇല്ലേ? Now replace x and y by lambda x and lambda y. ചെയ്തേ. ഇത് replace x and y by lambda x and lambda y. ഒന്ന് എഴുതിക്കേ. x നെയും y നെയും മാറ്റി എന്താക്കുക? lambda x ഉം lambda y ഉം ആക്കുക. ഒന്ന് ചെയ്തേ. What is f1 of lambda x lambda y? പറഞ്ഞേ. എന്താണ് f1 of lambda x lambda y? y യുടെ സ്ഥാനത്ത് lambda y എന്ന് കൊടുക്കുക, x ന്റെ സ്ഥാനത്ത് lambda x എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ ഇക്വേഷൻ ചേഞ്ച് ആവാ? lambda square y square plus 2 lambda x into lambda y. അതായത് lambda y square plus 2 lambda square xy അല്ലേ? lambda y the whole square എന്ന് പറഞ്ഞാൽ lambda square y square അല്ലേ? which is equal to lambda square കോമൺ എടുക്കുക, y square plus 2xy അല്ലേ? ഇനി y square plus 2xy എന്ന് പറയുന്നത് എന്താ? f1 of xy. So we can write this as lambda square into f1 of xy. എഴുതാലോ? എഴുതാലോ? ഇനി ഇതേപോലെ f2 of xy, f3 of xy, f4 of xy എന്ന് കണ്ടുപിടിച്ചേ.
കഴിഞ്ഞോ? പ്രഭ എന്തായാലും വരാതിരുന്നു, കണ്ടില്ലേ? ഒരേ ക്ലാസ്സിലല്ലേ ഞങ്ങള്? എന്നെ കണ്ടേ ഇല്ല. What is F2 of lambda x lambda y? പറഞ്ഞേ. 2 lambda x minus 3 lambda y അല്ലേ? നമുക്ക് ലാംഡ കോമൺ എടുക്കുമ്പോൾ 2x minus 3y which is equal to lambda into F2 of y. F2 of xy എഴുതാലോ? നെക്സ്റ്റ് F3 of lambda x lambda y എന്താണ്? cos lambda y by lambda x അല്ലേ? ലാംഡ ക്യാൻസൽ ആവും which is equal to cos of yx ആണ്. വേണമെങ്കിൽ നമുക്ക് lambda raised to 0 F3 of xy എന്ന് എഴുതാം അല്ലേ? നെക്സ്റ്റ് F4 of lambda x lambda y എന്ന് പറയുന്നത് എന്താ? sin lambda x plus cos lambda y. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ തന്നെയാണോ കിട്ടിയ എല്ലാവർക്കും? അല്ലേ? സോ ഏതാ ഇതാണോ? ഇതിപ്പോ ലാംഡ ആണോ? അതാണോ ചോദിച്ചത്? ലാംഡ ക്യാൻസൽ ആയി. അപ്പൊ ലാംഡ റൈസ് 0 തന്നെ 1 അല്ലേ? 1 into F3 of xy എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. എഴുതിയോ? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻസ് F1 F2 F3 നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ സപ്പോസ് ഫംഗ്ഷൻ f of xy, ഇതിന് നമുക്ക് ലാംഡ റൈസ് ഒരു പവർ n ഇൻറ്റു f of xy ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നില്ലേ? ഈ മൂന്ന് ഫംഗ്ഷൻസിനെ എഴുതാൻ പറ്റുമല്ലോ. ലാംഡ റൈസ് ഒരു പവർ ഇൻറ്റു ദ ഗിവൺ ഫംഗ്ഷൻ എന്ന ഫോമിലേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറയുന്നത് അല്ലെ? പക്ഷെ ഇതിന് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജനസ് ഫംഗ്ഷൻ. ഹോമോജനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ല, ഇക്വേഷൻസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജനസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആയിരിക്കും സോറി, ഹോമോജനസ് ഇക്വേഷൻ ഹോമോജനസ് ഫംഗ്ഷൻ കേട്ടോ. എഴുതിക്കോളാം. Here the functions capital F1, capital F1, capital F2, comma capital F3, capital F3 can be written in the form capital F of lambda x comma lambda y equal lambda raised to n capital F of xy, lambda raised to n into capital F of xy for any non-zero constant lambda, for any non-zero constant lambda. But F4 cannot be written in this form. But F4 cannot be written in this form. But F4 നെ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? But F4 cannot be written in this form. Next line എഴുതാം. A function capital F of xy, a function capital F of xy is said to be homogeneous function of degree n if capital F of lambda x lambda y, if capital F of lambda x comma lambda y equal
lambda raised to n capital F of xy equal lambda raised to n capital F of xy for any non-zero constant lambda. For any non-zero constant lambda. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ സാറാ? സോ ഹോമോജനസ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് നമുക്കൊരു ഗിവൻ ഫംഗ്ഷൻ ഉണ്ടാവും അല്ലെ, ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അതിനെ ഇൻ ടേംസ് ഓഫ് എന്ത് എഴുതും? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് എഴുതും. അപ്പൊ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് എഴുതുമ്പോ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റണം? ലാംഡ റേസ് ടു എൻ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഹോമോജനസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഈ ലാംഡ എന്ത് വേണേ ആകാം, നോൺ സീറോ ആയിട്ടുള്ള ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും ആകാം. കിട്ടിയോ? ഹോമോജനസ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ഹോമോജനസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എഴുതിക്കോളാം. A differential equation of the form dy by dx equal f of xy. A differential equation of the form dy by dx equal capital F of xy is said to be homogeneous if capital F of xy is a homogeneous function of degree 0. A differential equation of the form dy by dx equal to f of xy is said to be homogeneous if f of xy is a homogeneous function of degree 0. ഇവിടെ നമ്മുടെ ഫംഗ്ഷന്റെ ഡിഗ്രി എന്തായിരുന്നു? ഡിഗ്രി എന്താ? ഡിഗ്രി n ആണ്, ലാംഡ റൈസ് ടു n ആണ് അല്ലെ. ഇനി ലാംഡ റൈസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ dy by dx is equal to f of xy. ഇങ്ങനെ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എഴുതാൻ പറ്റണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റണം. ഓഫ് ഡിഗ്രി 0, ലാംഡ റൈസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ ഫോമിൽ എഴുതാൻ പറ്റണം. എന്തിനെ? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈന് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്നത് എന്താണെന്ന് പറയാം? ഒരു ഹോമോജനസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഹോമോജനസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ is homogeneous and solve each of them. x square plus xy dy equal x square plus y square dx. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓൺലൈൻ കുട്ടികളെ? ബോർഡ് ക്ലിയർ ആണോ? പറയ്, ക്ലിയർ ആണോ? കഴിഞ്ഞോ?
എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഏത് ഫോമിലേക്കാണ് എഴുതിയത്? ഡിഫറൻഷ്യൽ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജനസ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? നമ്മൾ ഏത് ഫോമിൽ എഴുതി? dy/dx = ഫോമിലാണെന്നല്ലേ പറഞ്ഞത് അല്ലെ? അപ്പൊ ആ ഒരു ഫോമിലോട്ട് എഴുതിക്കേ. dy/dx = x² + y² divided by x² + xy അല്ലെ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാണല്ലേ നമ്മുടെ f(xy) അല്ലെ? ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കേ. f(xy) = x² + y² divided by x² + xy. ഇനി എന്താ ചെയ്യേണ്ടത്? f(λx, λy) കണ്ടുപിടിക്കണം അല്ലെ? f(λx, λy) എന്താണ്? λx ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ λ² x² അല്ലെ? പ്ലസ് λ² y² ഡിവൈഡഡ് ബൈ λ² x² പ്ലസ് λx, λy അതായത് λ² xy അല്ലെ? ഇനി എന്ത് ചെയ്യാ? λ² ഒക്കെ കോമൺ എടുക്കുക. x² + y² ഡിവൈഡഡ് ബൈ ഇവിടെ λ² കോമൺ എടുക്കുക. x² + xy അല്ലെ? ഇനി λ² ഡിവൈഡ് ബൈ λ² എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ λ⁻0 അല്ലെ? λ⁻0. x² + y² ഡിവൈഡ് ബൈ x² + xy എന്താ? f(xy) അല്ലേ? നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഹോമോജനസ് ഫംഗ്ഷൻ ആണ്. എഴുതിക്കും. കഴിഞ്ഞോ? therefore എഴുതിക്കോളാം. ഇതിനടിയിൽ എഴുതാം therefore the given differential equation is homogeneous. അതും കൂടെ എഴുതണേ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹോമോജനസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ഉണ്ട്, സോൾവ് ചെയ്യാനും ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ടാണ്. എഴുതിക്കും. therefore the given differential equation is homogeneous. കഴിഞ്ഞോ? ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക കേട്ടോ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി സോൾവിങ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് y = vx. y = vx. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? പറഞ്ഞേ. dy/dx ഈക്വൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ? which is equal to dy/dx equal v plus x into dv/dx. ഇനി എന്താ ചെയ്യാ? ഈ dy/dx വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ yക്ക് പകരം എന്ത് കൊടുക്കുക? vx എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ ആണോ? മീൻസ് ഇങ്ക് ക്ലിയർ ആണോ? ചെയ്യട്ടാ.
റെഡ് ആണ് റെഡ്. കിട്ടിയ ആൻസർ? എന്താ കിട്ടിയ? ഈ വാല്യൂസ് ഈക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ b plus x into dv by dx equal x square plus കഴിഞ്ഞോ? ഈ പോസ്റ്റർ റബ്ബ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് റെഡിങ്ങിൽ എഴുതിയേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഓൺലൈനുള്ളവരോടാ ചോദിക്കണം. കാണാൻ പറ്റുന്നുണ്ടോ? x into dv by dx equal 1 plus v square divided by 1 plus v minus v. ഇങ്ങനെയാണോ കിട്ടിയത്? എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ 1 മൈനസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി. ഇനി ഇതൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ 1 പ്ലസ് വി ഡിവൈഡഡ് ബൈ 1 മൈനസ് വി ഡി വി. ഇങ്ങനെയാണോ കിട്ടിയത്? ഇനി എന്തിനാ ഇന്റഗ്രേറ്റ് ചെയ്യാം? എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഒരു പ്ലസ് വി മൈനസ് വി ചെയ്താൽ പോരെ? ചെയ്തു.
നിങ്ങൾ എങ്ങനെയാ ചെയ്തത്? +1 -1 ചെയ്ത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാലോ, ഇത് ചെയ്യാലോ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ചെയ്യാലോ. അതും പറ്റില്ല അല്ലെ? ഇതപ്പോ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ? ഓക്കെ, അങ്ങനെ ചെയ്യാട്ടോ, അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. അതായത് ഇന്റഗ്രൽ 1+3 ഡിവൈഡഡ് ബൈ 1 - 3 dv. ഇതിനെ നമുക്ക് ഇന്റഗ്രൽ 1/1 - 3 dv പ്ലസ് ഇന്റഗ്രൽ v/1 - 3 dv. ഇനി ഇവിടെ +1 - 1 ചെയ്യാം അല്ലെ? അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? അല്ലല്ലോ, 1 - 3 അല്ലേ? അപ്പോഴും പറ്റില്ലല്ലോ. നോക്കട്ടെ. +1 - 3 ഒരു സെക്കൻഡ്. ഇതിന് നമുക്ക് 2 + v-1/1 - 3 എഴുതാം, which is equal to 2 ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ എഴുതാമല്ലോ. ഇങ്ങനെ ചെയ്തോ. നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രൽ ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇന്റഗ്രൽ 1+v ഡിവൈഡഡ് ബൈ 1 - 3 dv അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് എന്ത് ചെയ്തു കേട്ടോ? നമ്മൾ എന്ത് ചെയ്തു? ഒരു +1 - 1 ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്തത് ഈ 1ഉം ഈ 1ഉം കൂടി ആഡ് ചെയ്ത് 2 എഴുതി, പ്ലസ് ബാക്കിയുള്ളത് v-1 ഡിവൈഡഡ് ബൈ 1 - 3 dv അല്ലേ? ഇനി ഞാൻ ഇവിടെ മൈനസ് കോമൺ എടുത്തു, അപ്പൊ എന്തായി? -v +1 എന്നായി. അതൊന്നുകൂടെ ഓർഡർ മാറ്റി എഴുതിയതാണ്. അതിന് ചെയ്തോ, ചെയ്യാലോ. കിട്ടിയല്ലോ.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? ആൻസർ കിട്ടിയോ? ഈ ചെയ്യുമ്പോൾ എന്താ കിട്ടാ? ഇന്റഗ്രൽ 2/1 - v dv മൈനസ് ഇന്റഗ്രൽ 1 - v ഡിവൈഡഡ് ബൈ 1 - v dv അല്ലേ? ഇതെന്താ? 2 log mod 1 - v മൈനസ് ഇത് 1 അല്ലേ, അപ്പൊ v പ്ലസ് സി. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ വരാ? ഇന്റഗ്രൽ dx by x എന്തെന്നാ? log x which is equal to log mod x. ഇനി എന്ത് ചെയ്യാം? v എന്ന് പറയുന്നത് എന്താ? നമ്മള് y is equal to vx എന്നല്ലേ കൊടുത്തേ, അപ്പൊ v എന്ന് പറയുന്ന y by x അല്ലേ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 log 1 minus y by x minus y by x plus c equal log mod x. വേണമെങ്കിൽ അത് ക്രോസ് ചെയ്യാം കേട്ടോ. x1 - y by x ക്രോസ് ചെയ്യാം, ലോഗ് എല്ലാം ഒരു സൈഡിലാക്കാം, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കിട്ടിയോ? കുറച്ച് ലെങ്തി ആണ്, പക്ഷെ സെയിം മെത്തേഡാണ് എല്ലാത്തിനും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. നിങ്ങൾ കഴിഞ്ഞോ? ഐശ്വര്യ, വിവേക് കിട്ടുന്നുണ്ടോ? 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 Write the question. X minus y dy minus of x plus y dx is equal to 0. Sara.
ആ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഹോമോജനസ് ആണ് പ്രൂവ് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞോ ജ്യോതിസ്? കഴിഞ്ഞോ? ബോർഡിൽ ചെയ്തേ. ഹോമോജനസ് ആണ് പ്രൂവ് ചെയ്തോ? അത്രയും ചെയ്യും. ജ്യോതിസ് ഒന്ന് കുറച്ച് നീക്കി.
എഫ് ഓഫ് എക്സ് വൈ എന്താ? അത് ആദ്യം എഴുത്, അത് താഴെ എഴുതിയാൽ മതി. Homogeneous ആണ്. ഏത്? therefore the given ഏത്? therefore the given differential equation is homogeneous. ഇനി എന്താ ചെയ്യണ്ടേ? സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? y is equal to vx. നിങ്ങൾ ഇത്രയും എഴുതി കഴിഞ്ഞതല്ലേ? കഴിഞ്ഞല്ലേ? Let y is equal to vx. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? dy by dx is equal to first function into derivative of second function plus second function into derivative of first function. എന്ത് ചെയ്യുക? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. put this as equation number 1. അപ്പൊ എന്താ കിട്ടുക? v plus x into dv by dx equal x plus vx divided by x minus vx. That is v plus x dv by dx equal x common എടുക്കുക 1 plus v divided by x into 1 minus v. One minus v divided by 1 plus v. Second. Therefore x into dv by dx equal 1 plus v divided by 1 minus v minus v, which is equal to 1 plus v minus v plus v square divided by 1 minus v. X into dv by dx, which is equal to 1 plus v square divided by 1 minus v. X into dv by dx. Now 1 minus v divided by 1 plus v square into dv equal dx by x. ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്താ കിട്ടുക? ഇൻ്റഗ്രൽ dx by x equal integral 1 minus v divided by 1 plus v square dv. ഇനി ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? പറ. സ്പ്ലിറ്റ് ചെയ്യാം. So integral 1 minus v divided by 1 plus v square dv can be written as integral 1 by 1 plus v square dv minus integral v by 1 plus v square dv. ബാക്കി നിങ്ങൾ ചെയ്തോട്ടാ. ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ഫൈനൽ ആൻസർ കിട്ടി? എന്താ കിട്ടിയേ? ജ്യോതിസിന് കിട്ടിയോ? കിട്ടിയില്ലേ? ഇക്വേഷൻസ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഒക്കെ യൂസ് ചെയ്യാം. 9.4
ബോർഡിൽ ചെയ്തേ സാറ്, പറഞ്ഞുതരാം. കൊണ്ടുവാ. അല്ല ആൻസർ ഈ ആൻസറും ഈ ആൻസറും ഇവിടെ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ ലോഗ് ഹാഫ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നിട്ട് ഇനി ഇല്ല, അതല്ല അതല്ല മൈനസ് ലോഗ് എക്സ് അല്ലേ? അപ്പൊ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി അല്ലേ? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു എക്സ്. ഒരു എക്സ് ഇല്ലല്ലേ ഇവിടെ? ഇത് കറക്റ്റ് ആണോ? എന്തായാലും ബോർഡിൽ ചെയ്യാൻ പറഞ്ഞുതരാം. വേഗം ചെയ്യട്ടാ. അങ്ങോട്ട് പോയി.
ഫൈനൽ ആൻസർ എത്ര കിടക്കുന്നത്? ഫൈനൽ ആൻസർ എത്ര കിടക്കുന്നത്? ഫൈനൽ ആൻസർ എത്ര കിടക്കുന്നത്? tan inverse y by x. ആ ഇവിടെ ഹാഫ് ലോഗ് 1 + y² / x² അല്ലേ? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പൊ ഹാഫ് എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? റേസ്ഡ് 1/2 എന്ന് എഴുതും. അപ്പൊ ഇവിടെ മൈനസ് വന്നില്ലേ? മൈനസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ പ്ലസ് ആയില്ലേ? അപ്പൊ ലോഗ് എക്സ് പ്ലസ് ലോഗ് x² + y² / x² the whole raised 1/2 ഇങ്ങനെയല്ലേ വരാ? അല്ലെ? log a + log b എന്ന് പറയാൻ log ab അല്ലേ? അപ്പൊ log x into x² + y² raised 1/2 divided by x² raised 1/2 എന്ന് പറഞ്ഞാൽ x അല്ലേ? x ക്യാൻസൽ ആവും. ഇനി 1/2 ഇങ്ങനെ എടുത്ത് എഴുതിയേക്കുന്നതാണ്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ചെയ്ത് കഴിഞ്ഞോ? വിവേക്, ഐശ്വര്യ ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു.